ഇപ്പം ശാസ്തമംഗലത്ത് നിന്ന് ജയിച്ച ശ്രീലേഖ മാഡം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ ഗവർണറാവാൻ പോവാ. ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. കത്തോലിക്ക സഭക്കാരുമായിട്ട് നല്ല ഐക്യം ഉണ്ടായത്, ആ ഐക്യം ഉണ്ടായതിന് ചുക്കാൻ വലിച്ച ഒരാളുണ്ട്. കേൾക്കണം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ കുറ്റം പറയത്തില്ല, എല്ലാവരും നമ്മുടെ സ്നേഹിതർ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ചുക്കാൻ വലിച്ച ഒരാളുണ്ടായിരുന്നു, പാലാക്കാരൻ ജോർജ് കുര്യൻ സാർ. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് സുരേഷ് ഗോപി സാറിന് തൃശ്ശൂരിൽ നിർത്തിയത്. ഉറപ്പായിട്ട് ജയിക്കുമെന്നും പറഞ്ഞു. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ തൃശ്ശൂരെ കാര്യം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി, സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ആ സമയത്ത് ഇദ്ദേഹമാണ് ഈ കത്തോലിക്ക സഭക്കാരെ മുഴുവൻ ചാക്കിട്ട് സുരേഷ് ഗോപി സാറിന് എങ്ങനെയെങ്കിലും, സുരേഷ് ഗോപി സാറിന് വിചാരിച്ച് 25 കിട്ടുമെന്ന്, പെട്ടി തുറന്നപ്പോൾ 75. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവരെല്ലാം കൂടെ വോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ രാജേഷ് സഹോദരൻ അറിഞ്ഞില്ല, ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞില്ല, അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണദാസ് ഏട്ടൻ അറിഞ്ഞില്ല. ജോർജ് കുര്യൻ സാർ രാവിലെ റബ്ബറും പാൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മോഡി സാർ വിളിച്ചു, വെള്ളം ഉടുപ്പും വെള്ളം കൊണ്ടുവിട്ട് ഡൽഹി വരണമെന്ന്. സന്തോഷമില്ലല്ലോ, TPM-ലെ മൂപ്പൻ ചെല്ലുന്നല്ലോ. ഇവിടെ ആരും അറിഞ്ഞില്ല. ജോർജ് കുര്യൻ സാർ അവിടെ ചെന്നപ്പോൾ കേന്ദ്രമന്ത്രി, മലയാളിയുടെ ഭാഷയെ പറഞ്ഞാൽ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഇന്ത്യക്കണം മൃഗം മാത്രം ഈ രാത്രി പറയും അവൻ എങ്ങനെ ലോകം ഭരിക്കുമെന്ന്. ഇന്ന് രാത്രി അതിനാസ്പദമായി കമ്പ്യൂട്ടർ വരണം. കമ്പ്യൂട്ടറിൻ്റെ 1ാമത്തെ പതിപ്പ് 1945 അമേരിക്കയിലെ ഫിലാഡൽഫിയ. 2ാമത്തെ പതിപ്പ് ശ്രദ്ധയോടെ ഇരിക്കണമേ, അമേരിക്കയിൽ 1961. 3 അമേരിക്ക. 4 1987 കമ്പ്യൂട്ടറിൻ്റെ പതിപ്പ് ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ നല്ല രീതിയിൽ വന്നത്. അതിനാണ് P4 എന്നും പറഞ്ഞൊരു തൂക്കിയിട്ടിരുന്നു വെള്ളറടയിലും തിരുവനന്തപുരത്തും. പെൻറ്റിയം 4 വലിയൊരു പെട്ടി, ഒരു UPS, അച്ചായന് ചുമക്കാൻ പറ്റാത്ത ഒരു ടെലിവിഷൻ സ്ക്രീനോട് ഇത്രയായിരുന്നു അന്നത്തെ കമ്പ്യൂട്ടർ. സ്വോത്രം. ഒരു കറക്കുന്ന സാധനമൊക്കെ ഇടുമായിരുന്നു. അന്നായിരുന്നു ഈ ഡ്രൈവ് വഴി ട്രെയിനും പ്ലെയിനും ബുക്ക് ചെയ്യുന്ന സംവിധാനം ആദ്യം വരുന്നത്. അന്നാ പെൻറ്റിയം 4. ഇന്നത്തെ കമ്പ്യൂട്ടർ സംവിധാനം ഇവിടെ ഒറ്റശേഖരമംഗലത്തും ചെമ്പൂരും 5Gയിലേക്ക്, ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തെല്ലാം കിട്ടും. അതിനാസ്പദമായി കമ്പ്യൂട്ടറിനകത്ത് ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ കേട്ടാട്ടെ. അതിലാണ് www വേൾഡ് വൈഡ് വെബ്സൈറ്റ്, അത് തന്നെ 666. ഫേസ്ബുക്ക് www യൂട്യൂബ്, Twitter, വാട്സപ്പ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സമം 666. കേട്ടോണേ, യഹൂദൻ്റെ അക്ഷരമാലയിൽ W എന്ന് പറയുന്നത് 6ാമത്തെ അക്ഷരമാണ്. അപ്പോൾ തന്നെ നമ്മൾ A1 B2 C3 23ാമത്തെ അക്ഷരമാണ് W. പക്ഷേ യഹൂദൻ്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാണ് W. അങ്ങനെയെങ്കിൽ അവർ ഒരക്കത്തിന് വില കൊടുക്കുന്നത് 6ൻ്റെ വിലയാണ്. പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ സങ്കീർത്തനമുണ്ട്. അതിനകത്ത് 119ാമത്തെ സങ്കീർത്തനത്തിൽ ഓരോ അക്കവും യഹൂദൻ കൊടുത്തിട്ടുണ്ട്. ഓരോ പാരഗ്രാഫിൽ ആലേവ്, ദാലത്ത്, ജിമെയിൽ, അത് കഴിഞ്ഞിട്ട് 6ൻ്റെ തലേ വരുന്നിട്ടുണ്ട്. വാവ് W യൂത് ഹേ വൗ ഹേ. ഇതാ യഹൂദൻ്റെ തലേക്കെട്ടിൻ്റെ എല്ലാ അടിസ്ഥാന W. അങ്ങനെയെങ്കിൽ യഹൂദൻ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിന് 6ൻ്റെ വിലയാണ് കൊടുക്കുന്നത്. A6, B12, C18, D24, E30, F36. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സമം 666. ഇനി ഈ ഭാഗം കേൾക്കണം. C18, O90, M78, P96, U126, T120, E30, R108 666. ഇത് തന്നെ WW. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഞങ്ങൾ മൊബൈൽ എടുത്താൽ W വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ മനോരമയൊക്കെ വരുത്തുന്നുണ്ട്. മൈജി, അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് www.myg.com. സന്തോഷമില്ലല്ലോ. പിട്ടാപ്പള്ളിയിൽ ജുവലറി, അടിയിൽ എഴുതിയിട്ടുണ്ട് www പിട്ടാപ്പള്ളിയിൽ. മനസ്സിലാകുന്നവർക്കായി. ഓക്സിജൻ www ഓക്സിജൻ കാട്ടാക്കട. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. നിങ്ങളുടെ മൊബൈൽ വരാത്ത കാര്യം, നിങ്ങളുടെ മൊബൈലിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതായി WW കൊടുക്കുന്നത്. അതുകൊണ്ട് കൈ ഞെക്കിയ ലോകം വിരൽത്തുമ്പിൽ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ 5 കാര്യം കാണാൻ കഴിയുമോ? ബൈബിളിലേക്ക് വരാം. നമ്പർ 1, ഇപ്പോൾ ദാണ്ട് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. കേട്ടാട്ടെ, അജി ബ്രദർ ലൈവ് കൊടുക്കുക. www റെഡ്വി മീഡിയ. ഞാനിവിടെ നമ്മുടെ പഞ്ചങ്കോട് റബ്ബറിൻ്റെ അവിടെ പ്രസംഗിക്കുന്നത് കാനഡയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ കാണും. സന്തോഷമില്ലല്ലോ. കയറും വേണ്ട, വയറും വേണ്ട, ഒന്നും വേണ്ട. W2 നമ്മുടെ ചെമ്പൂര് നമ്മുടെ ഒരച്ചായൻ ന്യൂയോർക്കിലാണ്, വീട് പൂട്ടിയിട്ടിരിക്കുക. ഇപ്പോൾ സഹോദരൻ ജോസ് ബ്രദറിനെ ഏൽപ്പിച്ചിരിക്കുക വീട്ടിൻ്റെ മുമ്പിൽ വഴിയാധാരമായ 2 ക്യാമറയും വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. ഒരു നെറ്റും അതിനകത്തുണ്ട്. അച്ചായൻ
ഈ അമേരിക്ക രാത്രിയാകുമ്പോൾ ഇവിടെ രാവിലെയാണ് സ്വോത്രം. ആ സമയത്ത് രാവിലെ ജോസ് ബ്രദർ എഴുത്തെടുക്കാൻ വന്നപ്പോൾ വഴിയാധാരമായ ക്യാമറയെ കൊണ്ട് ചെമ്പൂര് തോമാച്ചൻ ന്യൂയോർക്കിലിരുന്ന് കണ്ട് ഒറ്റ വിളി വാട്സപ്പ് വഴി, ജോസ് ബ്രദർ കറണ്ട് ബില്ലെടുക്കാനാണോ ടെലിഫോൺ ബില്ലെടുക്കാനാണോ വന്നത് മനസ്സിലാകുന്നവർക്കായി. വീട് ചെമ്പൂര്, വഴിയാധാരമായ ക്യാമറയെ കാണുന്നു, അകത്തൊരു ചെകുത്താൻ്റെ മുള്ള്, ന്യൂയോർക്കിൽ നിന്ന് ഫോണും വരുന്നു. എവിടം വരായി? ലോകം വിരൽ തുമ്പിൽ. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം സംഭവം നടക്കുമോ? ഇന്ന് നമ്മുടെ കൊച്ചു പിള്ളേർ, നമ്മുടെ മോൻ അവിടെ ഇരിക്കുന്നു സ്വോത്രം, അവനിപ്പോൾ ക്രിക്കറ്റ് കളി കാണണം. കോവിഡ് കഴിഞ്ഞ് മമ്മിയുടെ ഒരു പൈസയില്ല, സഹകരണ ബാങ്കിൽ ലോൺ അടയ്ക്കാനും കാശില്ല. യവനാന്ന് കിണറ്റിൻ്റെ മേളിൽ വരിക്കുക, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ. അതിനവസാനം മണ്ഡപത്തിൽ കടവിൽ പോയി ഒരു സ്മാർട്ട് ഫോൺ 1000 EMI 300 രൂപയ്ക്ക് വോഡാഫോണും മേടിച്ച് ചാർജ് ചെയ്ത് ഇച്ചിരി നോക്കിയപ്പോൾ പയ്യൻ കയറിയിരിക്കുക കാലായിൽ TPMൻ്റെ ബെയ്ത്തോമിൻ്റെ പുറത്ത് മരത്തെ ഇരുന്ന് ഒറ്റയടി WW10 സ്പോർട്സ്. മനസ്സിലാകുന്നവർക്കായി ചെന്നൈ നടക്കുന്ന ക്രിക്കറ്റ് കളി അവൻ്റെ മൊബൈലിനകത്ത്. 3. നാലാമത്തെ കാര്യം എല്ലാവരും കേട്ടാട്ടെ, ലോകം വിരൽത്തുമ്പിൽ ഇൻ്റർനെറ്റ് ഇപ്പോൾ പറയാൻ പോവുക. അതിൻ്റെ അർത്ഥം നമ്മുടെ ഒരു പെൺകുട്ടി, നമ്മുടെ ചെമ്പൂര്, അവളെ കല്യാണം കഴിച്ചത് കുവൈറ്റുകാരൻ പയ്യനായിരുന്നു. പയ്യൻ പെരുങ്കടപിള്ളക്കാരനായിരുന്നു. 2.5 മാസം കഴിഞ്ഞ് നമ്മുടെ ഭാഷയിൽ അവനങ്ങ് പോയി, പെരുങ്കടപിള്ളയിൽ നിന്ന് നേരെ കുവൈറ്റിലേക്ക് പോയി. അവനൊരു ഫുഡ് സ്റ്റെപ്പ് കമ്പനിയിൽ, അഥവാ ഒരു കോള കമ്പനി കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുമായിരുന്നു. 2.5 മാസം കഴിഞ്ഞപ്പോൾ പെങ്കൊച്ചിന് വയറിനൊരു അസ്വസ്ഥത, ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണം. അവൾ ചെമ്പൂരിൽ നിന്ന് മമ്മിയും കൂട്ടി അവിടെ പോയി നമ്മുടെ കാരക്കോണത്ത് മെഡിക്കൽ കോളേജിൽ പോയി. ഗൈനക്കോളജി OP എടുത്ത് 250 രൂപ. ഗൈനക്കോളജി ഡോക്ടറിനോട് കാര്യം പറഞ്ഞു, കുഞ്ഞെ 1000 രൂപ കട്ടണം, താഴെ റേഡിയോളജി ഉണ്ട്, ഒരു കൊച്ചു കിടക്കയുണ്ട്, നീ അവിടെ കിടക്കണം, ഒരു കുഞ്ഞ് കമ്പ്യൂട്ടറിൽ കാണും. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ നിൻ്റെ വയറ്റത്ത് ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ കണക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്കാനർ വെച്ച് പിടിക്കണം, കണ്ണടച്ചുകൊണ്ട് യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ പാട്ടും പാടി കിടക്കണമെന്ന്. മനസ്സിലാക്കുന്നവർക്ക് ആ സ്വോത്രം. അവൾ അവിടെ ചെന്നു, ഡോക്ടർ തിരിയാൻ പറഞ്ഞു, മറിയാൻ പറഞ്ഞു. ഇങ്ങനെ ആ സ്കാനർ വെച്ചപ്പോൾ 14 ഇഞ്ച് ലാപ്ടോപ്പിനകത്ത് ഒരു കുഞ്ഞ് വളരുന്നതായിട്ട് കാണുന്നു. ഉടനെ ഡോക്ടർ കണ്ണടച്ചോ, കൺഗ്രാജുലേഷൻസ്. അപ്പം മറ്റേ പെങ്കൊച്ചിനോട് ടൈപ്പ് ചെയ്യ്, എ സ്മാൾ ചൈൽഡ്, ഒരു കുഞ്ഞിതാ ഉരുവായിട്ടുണ്ടത്. ഉടനെ പെങ്കൊച്ചിനോട് പറഞ്ഞ് സ്വല്പ സമയം കിടന്നാട്ടെ. അവർ ഇതൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ടിഷ്യൂ വെച്ച് വയറൊക്കെ ഒന്ന് തുടച്ചാട്ടെ. അയ്യോ, ആരും സ്കാൻ യൂണിറ്റ് കണ്ടിട്ടില്ല, എല്ലാവരും ചൊവ്വായിന്ന് വന്നത് സ്വോത്രം. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി അന്നേരം പെൺകുട്ടിയോട് പറഞ്ഞ് കുറച്ച് സമയം ഒന്ന് കിടന്നാട്ട് ചോദിച്ചു, ചേട്ടൻ എവിടെ? നെയ്യാറ്റിൻകര ഭാഷ. അവൾ പറഞ്ഞു, ചേട്ടൻ കുവൈറ്റില്ല. വാട്സപ്പോ മെയിൽ ID വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച്. അവൾ പറഞ്ഞ്, ചേട്ടൻ്റെ മെയിൽ ID ഉണ്ട്. എവിടെ? മമ്മി ഇതോ കിളിവാതിലിരിക്കുന്നു, നോഗയുടെ പെട്ടകത്തിരിക്കുന്നു അല്ലേ. മനസ്സിലാകുന്നവർക്കായി മമ്മിയുടെ മൊബൈലിൽ നിന്ന് ആ മൊബൈൽ മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ 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 സ്റ്റെബിലിൻ ജാക്ക് കുത്തുന്നത് പോലെ 14 ഇഞ്ചിൽ ഒറ്റ കുത്ത്. മനസ്സിലാകുന്നവർക്കായി ലാപ്ടോപ്പിലെ പടം. കുവൈറ്റിൽ കൊക്കക്കോള കമ്പനി രാവിലെ കണക്കെഴുന്നവൻ നോക്കുന്ന തൻ്റെ ഭാര്യയുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നു. സന്തോഷമില്ലല്ലോ. ലോകം വിരൽത്തുമ്പിൽ, അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. 4. അഞ്ചാമത്തെ കാര്യം, ഇതുകൂടെ കേട്ടിട്ട് ഞാൻ സയൻസിലേക്ക് പോവാം. ഞാനിനി വന്നില്ലെങ്കിൽ എല്ലാവരും കണ്ടോണം, സർജറി 5G. സാറ് നല്ലോണം കണ്ടോണം. പാറശാല ദേവിയോ അല്ലെങ്കിൽ പാറശാല വെള്ളറട സരസ്വതിയോ ഏതാശുപത്രി ആകട്ടെ, നെയ്യാറാകട്ടെ, മമലാകട്ടെ, 2 വർഷം കഴിഞ്ഞാൽ 5G സർജറി. അതുകൂടെ പറഞ്ഞുതരാം. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്ന് രാത്രി നമ്മുടെ നിംസിൽ ഇവിടെ നമ്മുടെ ഒരു പയ്യൻ രാത്രി ഹാർട്ട് അറ്റാക്ക് നിംസിൽ കൊണ്ടുപോയി. അവിടെ ജൂനിയർ ഡോക്ടറെ ഉള്ളായിരുന്നു. അപ്പം അവിടുത്തെ മെയിൻ നല്ല ഡോക്ടർ മധു ശ്രീധർ സാർ, അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിൽ ഒരു കോൺഫറൻസിന് പോയതാണ്. അവർ പറഞ്ഞ് രാത്രി തന്നെ ഒരു സ്റ്റണ്ട് മാറ്റിയിടാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു. ഈ പയ്യനെ കടത്തിയപ്പോൾ അനസ്തേഷ്യ കൊടുത്തപ്പോൾ 2ാമത്തെ അറ്റാക്ക് കൂടെ വന്നു. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തില്ല, ഒരു പോംവഴി ഉണ്ടാകത്തില്ല, അവനെ മയക്കി കിടത്തിയേക്കാം. ഡോക്ടറിന് പേടി. സിസ്റ്ററിനോട് പറഞ്ഞ് ലൈവ് കൊണ്ടുവരാൻ പറഞ്ഞു. താണ്ട് ഈ അജി ലൈവ് എടുക്കുന്നത് പോലെ ഒരു ക്യാമറ നേരെ കൊണ്ടുവന്ന് ഡോക്ടറെ വാട്സപ്പായിട്ട് കണക്ട് ചെയ്തു. പയ്യൻ കിടക്കുന്നത് നിംസിൽ കാത്ത് ലാബിൽ. അപ്പോളോയിലിരുന്ന് മധു ശ്രീധർ സാർ കാണുന്നു. പ്ലെയിനും വേണ്ട, ട്രെയിനും വേണ്ട, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സാർ പറയുന്നു, ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അവസാന വോയിസ് ക്ലിപ്പ് ഡയറക്റ്റ് വാട്സപ്പ് ഇങ്ങനെ സംസാരിക്കും. പറയോ സിസ്റ്ററോട് പറയോ, അവൻ ചെറുപ്പക്കാരനാണ്, അവസാനം സ്റ്റാപ്പിളർ ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടിക്കടിച്ചേക്കണമില്ലേ, പൊട്ടാൻ സാധ്യതയുണ്ട്, അത് പ്ലാസ്റ്റർ നല്ലോണം കൊടുത്തോളാം. മനസ്സിലാക്കുന്നവർക്ക് ആ സ്വോത്രം. ഇനി ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ദ 5G സർജറി. WWW, ലോകം വിരൽത്തുമ്പിൽ. കണ്ടോ? ഇതാ ബൈബിളിനകത്ത് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ടു അവർ ബൈബിൾ, WW റിലേറ്റഡ് ടു ബൈബിൾ, കമ്പ്യൂട്ടർ ഈസിക്കൽ ടു 666. ആർക്ക് വേണമെങ്കിൽ രാത്രിയിൽ ഒരു മൃഗം വരുന്നതിന് മുമ്പ് ഉലകത്തിലെ ശൃംഖല മുഴുവൻ അവൻ്റെ കയ്യിലാകുക. മനസ്സിലാകുന്നവർക്കായി നാടൻ മലയാളം
നമ്മുടെ പിണറായി വിജയൻ സാറ് മഞ്ചങ്കോട്ട് വൈകിട്ട് ഒരു അംഗൻവാടിയോട് സഹകരണ ബാങ്കിൻ്റെ ഉദ്ഘാടനം നടത്തണമെങ്കിൽ അന്ന് വൈകിട്ട് വിസിലടിച്ച് പോലീസിനെയും കൂട്ടി വരത്തില്ല മക്കളെ. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ക്ലിയറൻസ് മേടിക്കും. IB വരും, അദ്ദേഹത്തിൻ്റെ നെയ്യാറ്റിങ്കര DYSP ഒരു സ്പെഷ്യൽ സ്ക്വാഡ് വന്ന് മുഴുവൻ റൂട്ട് ഒരു ഫയലിലാക്കിയിട്ട് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ നിന്ന് പുള്ളിക്കാരൻ വരുമെങ്കിൽ അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ് ശൃംഖല മുഴുവൻ അവൻ്റെ കൈകളിൽ. അവൻ അടുക്ക വാതിൽക്കൽ അത്തിയെ നോക്കി ഒരു ബൊമ്മ വടിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങളിതൊക്കെ കാണുമ്പോൾ മൃഗമടുക്ക വാതിൽക്കൽ. അതാ ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് സംഘടന. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കള്ളിമൂടി പറഞ്ഞ്, ബാക്കി ഇവിടെ പറയാനാ, അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ ബൈബിളും ഡബ്ല്യുമായിട്ട് ബന്ധമുണ്ടോ? 5W ഉലകത്തിനകത്ത് വായിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3, 4, 5, 6, 7 കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു WWW. മോള് വായിച്ചട്ടെ. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ആന്റി ക്രൈസ്റ്റ് മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് വരും. അതാ മുറിവിന്റെ ഇംഗ്ലീഷ് വൂണ്ട്, 1-ാമത്തെ W. വായിക്കാം. അതിന്റെ മരണകരമായ മുറിവ് പുറത്തു പോയി. ലോകം അതാ മുറിവെല്ലാം പുറത്തങ്ങ് ശരിയാക്കും. അടുത്തത് വായിക്കാം. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളം അതിശയം, വണ്ടർ, 2-ാമത്തെ W. അടുത്തത് മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ മലയാളം ആരാധന, വർഷിപ്പ്. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എല്ലാരും കേൾക്കണം. ഇത് ഇത് തിരുവനന്തപുരത്തുള്ള ജില്ലാ വാർത്തയാണ്. സാത്താൻ ആരാധന തിരുവനന്തപുരം ജില്ലയിൽ വർദ്ധിക്കുന്നു. സാറൂടെ കാട്ടാട്ട അച്ചായനൂടെ വായിച്ചു. സ്വോത്രം, സന്തോഷമില്ലല്ലോ. സാത്താൻ ആരാധന കോപ്പി വേണേൽ ഒന്ന് തരാം. ഞാനല്ല, മലയാള മനോരമക്കാർ. അടുത്തത് വെച്ചിട്ടുണ്ട്, വ്യാപകമാകുന്നു സാത്താൻ ആരാധന. ഇത് വെള്ളരുടെയും തിരുവനന്തപുരത്തെല്ലാം നടന്ന എല്ലാ ഭാഗ്യങ്ങളെയും പറഞ്ഞുതരാം. വിഷമിക്കണ്ട, ഇന്നിവിടെ നിൽക്കട്ടെ. സാത്താൻ ആരാധന, അതാ വർഷിപ്പ്. 1 വേഡ്, 2 വണ്ടർ, 3 വർഷിപ്പ്. പേടിക്കണ്ട. അവിടെ നമ്മുടെ മണ്ണന്തല മുതൽ തിരുമല വരെ സാത്താൻ ആരാധന കേന്ദ്രമെന്ന് തിരുവനന്തപുരത്ത്. ഞാനല്ല, പോലീസുകാർ പറഞ്ഞു. അവരോട് ചോദിച്ചാൽ മതി. സ്വോത്രം. അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. സാത്താനെ ആരാധിക്കുന്ന ആരാധനാ കേന്ദ്രം മണ്ണന്തല സ്റ്റാർട്ട്. ഇവിടെ തിരുവനന്തപുരം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാട്ടാക്കട റോഡ് തിരുമല വരെ ഉണ്ടെന്ന്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടുണ്ടെന്ന് എല്ലാം പോലീസുകാർ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇന്ന് രാത്രി അടുത്ത വാക്ക് വായിച്ചാട്ടെ. മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഈ മൃഗത്തോട് ആർക്കും പൊരുതുവാൻ കഴിയത്തില്ല. അടുത്ത വാക്ക് മൃഗത്തെയും നമസ്കരിച്ചു. അടുത്തത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. രാത്രി അത് പറയുമ്പോഴായിരിക്കും അവസാനിക്കുന്നത്. സാത്താൻ ലോകത്തോട് സംസാരിക്കും. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ്. വായിൽ നിന്ന് വരുന്ന പദം, അതിൻ്റെ ഇംഗ്ലീഷ് വേഡ്. 4 1 ഉണ്ട്, 2 വണ്ടർ, 3 വർഷിപ്പ്, 4 വേഡ്. അടുത്തതാ ഇനി നമ്മൾ ഇപ്പം നടക്കുന്ന സംഭവം. അത് വായിക്കാൻ മോളെ. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. ദൈവസഭ എടുത്താൽ ആദ്യത്തെ ഉപദ്രവ 3.5 വർഷം. ഈ മൃഗത്തിന് അധികാരം 42 മാസം. ഇനി പെന്തിക്കോസുകാരിടയ്ക്ക് കുറേ കള്ളന്മാർ നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. ഈ ബോർഡറിൽ നിന്ന് കയറുന്ന പോലെ. ചിലരിന്ന് പറയാം കർത്താവ് വന്നാൽ പിന്നെ ഇവിടെ ഒന്നുമില്ലെന്ന്. സ്വോത്രം. എന്നാൽ പിന്നെ വെളിപ്പാട് പുസ്തകം വേണ്ട, അതുകൂടെ അവരെ കൊണ്ടുപോട്ട്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നാള് ഒരു ഉപദേശി പറയുക, ആ സാറ് ഇവിടെ ഇരിക്കുന്നത് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇനി പഴയ നിയമവും വേണ്ട എന്ന്. സ്വോത്രം. ദയവ് ചെയ്ത് അവരൊന്ന് സാറേ സഭയെ കയറ്റല്ലേ. സ്വോത്രം. പഴയ നിയമം വേണ്ട. വേറൊരു പുള്ളി പറയാം സങ്കീർത്തനം വേണ്ട, അത് ഇസ്രായേലുകാർക്കാന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. പുള്ളി രാവിലെ എഴുന്നേറ്റ് പാടുന്ന അവൻ നല്ലവൻ, അവൻ്റെ ദൈവം എന്നേക്കുള്ളത്, എന്നിട്ട് പറയാം സങ്കീർത്തനം വേണ്ടാന്ന്. സ്വോത്രം. ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും ഇന്ന് ദൈവസഭയിൽ നുഴഞ്ഞു കയറും. ഇവരൊന്നും നിങ്ങൾ കേട്ടല്ലേ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. വിശുദ്ധന്മാരോട് അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. മലയാളം സാത്താൻ ബോഷ്കും അവന്റെ അപ്പനും. നാവെടുത്ത ഇത് തന്നെ. അടുത്തതാ നമ്മുടെ പ്രസംഗം. 3 കാര്യം. വിശുദ്ധന്മാരോട് അടുത്ത വാക്ക് യുദ്ധം ചെയ്ത്. ഇവിടെ എല്ലാവരും ഇപ്പൊ നടക്കുന്ന സംഭവം നേപ്പാൾ വരെ ഞാൻ പമ്പു അതിനു വേണ്ടിയാ കൊടുക്കുന്നത്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ആന്റി ക്രൈസ്റ്റിന് അധികാരം. എവിടൊക്കെ അധികാരം? സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഇതാ ഇന്നത്തെ ലോകം, കോവിഡാനന്തര ലോകം. ഇവിടെ കുഞ്ഞുങ്ങളെ കേൾക്കണം. 1 ജാതി, 2 ഭാഷ, 3 ജനം. ഇതിനകത്തെല്ലാം അധികാരം. 1-ാമതായി സകല മതവും ഒരുമിക്കുന്നു. എല്ലാവരും കേൾക്കണം. അജി ബ്രദർ ലൈവും കൊടുക്കും. ഇതെല്ലാം മനസ്സിലാക്കണ്ടയാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏകലോക മതമാ ലോകത്തിൽ വരുന്നത്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ
സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും ഇതാ കിടക്കുന്നു. ഒന്നാമത്തത്, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആരുമായി കരം കൊടുക്കുന്നു? ഇറാഖിലെ ഷിയ നേതാവുമായിട്ട് കരം കൊടുക്കുന്നു. നമ്പർ 1. 2, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വഴി ഒരു കഥയൊന്നുമല്ല, ആൻറ്റി ക്രിസ്റ്റ് പുറകെ കുഞ്ഞ് വായിച്ചു തരും. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമായിട്ട് കൈ കൊടുക്കുന്ന ന്യൂ വേ വേൾഡ് ഓർഡർ. ഇതാണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. നോട്ടാർക്കും തരാം, നിങ്ങൾക്ക് വേണേൽ പടം എടുക്കാൻ, നാളെ തന്നാൽ മതി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ താണ്ടേ തുർക്കിയിലെ മസ്ജിദിൽ പോയി ഇമാമുമായിട്ട് നിസ്കരിക്കുന്നു. മലയാളം, അവിശ്വാസികളുമായി ഇണയില്ല, പിണകൂടരുത്. 3. 4, ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ. ഇന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം കേൾക്കണം. ഞാനിനി മഞ്ചങ്കോട് വന്നില്ലെങ്കിലും ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. അതുകൊണ്ട് മറിയാമ്മച്ചിയെ വരെ കത്തോലിക്കരങ്ങ് മാറ്റി. മനസ്സിലാക്കുന്നവർക്കായി ന്യൂ വേ വേൾഡ് ഓർഡർ ഇത് വരാൻ പോകുന്നതാ, നിങ്ങൾ മനസ്സിലാക്കണം. 5, സിറിൽ മാർ ബസേലിയോസ് ദാണ്ടെ കത്തോലിക്ക സഭയിലോട്ട് സകല മെത്രാനും അടുക്കുന്നു. അടുത്തത് ഏറ്റവും നിർണായകം, രാജകീയം ഊഷ്മളം. ദാണ്ടെ കത്തോലിക്ക സഭ അധ്യക്ഷൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അബുദാബിയിലോ ദുബൈയിലോ കാണും. അവരോട് പറയണം, ദാ വന്നിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഇത് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഏകലോക മതം. ദാണ്ടെ ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ. എല്ലാവരും ഇത് യൂട്യൂബിൽ വീഡിയോ കണ്ടോണം. ദാണ്ട് സാറ് സഹിതം കണ്ടോ. ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ. 1, അബുദാബി ബനിയാസ് ഐലൻഡിലായത്. 1, യഹൂദൻ്റെ പള്ളി. 2, ക്രൈസ്തവരുടെ ആലയം. 3, ഇസ്ലാമിൻ്റെ മസ്ജിദ് ഒരേ കോമ്പൗണ്ടിൽ അബുദാബി. ഇതാ വെള്ളക്കുതിര വരുന്നതിന് മുമ്പ് ഇത് വരച്ച് കാട്ടുന്നു. ഈ ദേവാലയം അവിടെ ഉയരുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആൻറ്റി ക്രൈസ്റ്റ് വന്ന് യഹൂദൻ ഒരാലയം ഇതുപോലെ പണിയുന്നതിന് മുമ്പ് ഇവിടുന്നൊരു കൂട്ടം എടുക്കപ്പെടും. ആരാ? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. തീർന്നില്ല, ഇതൂടെ കേട്ടോ. ഒരു രാഷ്ട്രീയക്കാരൻ കുറ്റം പറയത്തില്ല. ദാണ്ടേ മോഡി സാർ കത്തോലിക്ക സഭ പരമാധ്യക്ഷനുമായി കൈ കൊടുത്തു, മനസ്സിലാകുന്നവർക്കായി. എന്നിട്ട് നമ്മുടെ മോഡി സാർ പറഞ്ഞെന്തോ, ബഹുമാനിക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, അങ്ങ് യഥാർത്ഥ പിതാവാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സന്തോഷമില്ലല്ലോ. ഇതായി കത്തോലിക്ക സഭക്കാരുമായിട്ട് നല്ല ഐക്യം ഉണ്ടായത്. ആ ഐക്യം ഉണ്ടായതിന് ചുക്കാൻ വലിച്ച ഒരാളുണ്ട്. കേൾക്കണം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ കുറ്റം പറയത്തില്ല, എല്ലാവരും നമ്മുടെ സ്നേഹിതർ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ചുക്കാൻ വലിച്ച ഒരാളുണ്ടായിരുന്നു, പാലാക്കാരൻ ജോർജ് കുര്യൻ സാർ. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് സുരേഷ് ഗോപി സാറിന് തൃശ്ശൂരിൽ നിർത്തിയത്. ഉറപ്പായിട്ട് ജയിക്കുമെന്നും പറഞ്ഞു. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ തൃശ്ശൂരെ കാര്യം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി, സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ആ സമയത്ത് ഇദ്ദേഹമാണ് ഈ കത്തോലിക്ക സഭക്കാരെ മുഴുവൻ ചാക്കിട്ട് സുരേഷ് ഗോപി സാറിന് എങ്ങനെയെങ്കിലും, സുരേഷ് ഗോപി സാറിന് വിചാരിച്ച് 25 കിട്ടുമെന്ന്, പെട്ടി തുറന്നപ്പോൾ 75. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവരെല്ലാം കൂടെ വോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ രാജേഷ് സഹോദരൻ അറിഞ്ഞില്ല, ശോഭ സുരേന്ദ്രൻ അറിഞ്ഞില്ല, അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണദാസ് ഏട്ടൻ അറിഞ്ഞില്ല. ജോർജ് കുര്യൻ സാർ രാവിലെ റബ്ബറും പാലെടുത്തുകൊണ്ടിരുന്നപ്പോൾ മോഡി സാർ വിളിച്ചു, വെള്ളം ഉടുപ്പും വെള്ളം കൊണ്ടുവിട്ട് ഡൽഹി വരണമെന്ന്. സന്തോഷമില്ലല്ലോ. TPM-ലെ മൂപ്പൻ ചെല്ലുന്നല്ലോ. ഇവിടെ ആരും അറിഞ്ഞില്ല. ജോർജ് കുര്യൻ സാർ അവിടെ ചെന്നപ്പോൾ കേന്ദ്രമന്ത്രി മലയാളിയുടെ ഭാഷയെ പറഞ്ഞാൽ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഹിന്ദിക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദിൽവാലെ ദുൽഖനിയല്ലേ ജായെങ്കിൽ. സന്തോഷമില്ലല്ലോ, സ്തോത്രം. രാഷ്ട്രീയം പഠിക്കണം, ചുമ്മാന്നുമല്ല ഇവരെല്ലാം ചേരുന്ന. ഞാൻ ഇനി ഇവിടെ വന്നില്ലേലും ഇപ്പം ശാസ്തമംഗലത്ത് നിന്ന് ജയിച്ച ശ്രീലേഖ മാഡം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ ഗവർണറാവാൻ പോവുക. നിങ്ങൾ മനസ്സിലാകുന്നവർക്കായി. ചുമ്മാതല്ല, അവർ നല്ല അണ്ടർ വർക്ക് ചെയ്തിട്ടായി കാര്യങ്ങളെല്ലാം ചെയ്ത്. ഞാൻ പറഞ്ഞുതരാം, ശ്രീലേഖ മാഡം ഇപ്പോൾ ഇവിടുത്തെ സിറ്റിയുടെ മേയറല്ലേ, ഉപമേയറായാലും ആകാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. അവരെ ആ രീതിയിൽ. അതുകൊണ്ട് ഇവിടുത്തെ വിരമിച്ച IPS ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരോട് ചേരുന്നത്. അവർക്കറിയാം നല്ലൊരു പൊസിഷനിൽ വരാമെന്ന്. അതുകൊണ്ട് ഇപ്പം നാണ്ട തൃശ്ശൂരെ ഫലം കണ്ടില്ലയോ, മനസ്സിലാകുന്നവർക്കായി. അതിനെല്ലാം ജോർജ് കുര്യൻ സാറാണ് വഹിച്ചത്. ഞാനൊരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് ദാണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യ, ഏറ്റവും വലിയ മുസ്ലിങ്ങളുള്ള രാഷ്ട്രമാണ്. സാർ കാണണം, അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇന്ന് അവർക്ക് കൈ കൊടുക്കുന്നു. ന്യൂ വേ വേൾഡ് ഓർഡർ, വെള്ളക്കുതിര. അടുത്തത് മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ. ഇതെല്ലാം കാണണം മക്കളെ. ഇതാ ന്യൂ വേൾഡ് റിലീജിയൻ. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ
അത് കഴിഞ്ഞ് മാതാ അമൃതാനന്ദമയി, സ്വാമി പ്രകാശാനന്ദ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമി വിറ്റ പഴയാറ്റിൽ, കുഴിയാറ്റിൽ, സകലരും ഇതിനകത്ത്. ഇപ്പം 5 പേരെ ഇതിനകത്ത് കാണാനില്ല. 1 CSI ഇല്ല, 2 ഇവാഞ്ചലിക്കൽ ഇല്ല, 3 മർത്തോമ ഇല്ല, 4 പെന്തിക്കോസ് ഇല്ല, 5 ബ്രദറില്ല. സ്വോത്രം. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ പറയുന്ന പോലെ ഇതുവരെ തല്ലുപടി വരക്കൂടാതെ, ഓഫർ വന്നില്ലെന്ന് മനസ്സിലാകുന്നവർക്കായി. എന്ന് ഞങ്ങൾക്ക് ഓഫർ വരുന്നു, ഞങ്ങളും അവിടെ ചാടും, കർത്താവ് മടങ്ങി വരും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രം. ന്യൂ വേ വേൾഡ് ഓർഡർ. അടുത്തത് ജാതി. പറഞ്ഞു തരാം. ജാതി എവിടാ? ഇളകുന്നു. മനസ്സിലാകുന്നവർക്കായി. 2, സകല വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ സകല ഗോത്രത്തിന്മേലും ജാതിമേലും ഭാഷമേലും അവൻ അധികാരം ലഭിച്ചു. അതിനാസ്പദമായി ഭരണകൂടങ്ങൾ തകരുന്നു. എല്ലാവരും കേട്ടാട്ടെ, നാട്ടുകാരെല്ലാം കേൾക്കണം. ഇതെല്ലാം ഒരേ സമയം. കുഞ്ഞുങ്ങൾ പണ്ട് പാടും, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. എല്ലാവരും കുറ്റം പറയുമായിരുന്നു. എവിടാ തുടങ്ങിയത്? 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം. എല്ലാവരും കേൾക്കണം. ആഫ്രിക്കയുടെ വടക്കേറ്റത്തെ ഭരണകൂടം തകർന്നത്. അതിൻ്റെ പേര് അറബ് വസന്തം. ആരൊക്കെ തകർന്നു? ടുണീഷ്യ, അൾജീരിയ. കടൽ കടന്നു. കടൽ കടന്നിട്ട് എങ്ങോട്ട് വന്നത്? ആ ഭരണകൂടം തകർന്നു. ഈജിപ്തിലെ രാജാവ് ഹോസ്നി മുബാറക് ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ പൈപ്പിലിട്ട് വെടിവെച്ചു കൊന്നു. അത് കഴിഞ്ഞിട്ട് ജോർദാൻ തകർന്നു, ഹുസൈൻ രാജാവ് ഓടിപ്പോയി. സിറിയയിലെ ബാഷർ പോയി. അത് കഴിഞ്ഞിട്ട് ആ ഭരണകൂടം എവിടം വരെ വന്നു? യമനിലെ ഭരണകൂടത്തെ ഇസ്രായേൽ തകർത്തു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഭരണകൂടം തകർന്നു. മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത് നേപ്പാൾ. എല്ലാവരും ഇത് വായിക്കണം. നേപ്പാളി ആരാ? 2000-ന് ശേഷം ജനിച്ച പിള്ളേർ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ജെൻസി. നമ്മുടെ ജിൻസി അല്ല. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. 2000-ന് ശേഷം കുഞ്ഞുങ്ങൾ ജനിച്ച ആ പിള്ളേരുടെ കൂട്ടായ്മ ജെൻസി. 25 25 വയസ്സാ പിള്ളേരാ നേപ്പാളിലോട്ട് കയറി ഭരണകൂടത്തെ കത്തിച്ച് സാറേ. ആ സമയത്ത് ഇസ്രായേലിൻ്റെ വിദേശം, അതാ മൊസാദ്, അമിത്ഷായോടും നമ്മുടെ മോഡി സാറിനോടും പറഞ്ഞ അടുത്ത ഇന്ത്യ ലഡാക്കിലാണ്. സ്വോത്രം. മൊസാദാ ഏറ്റവും വലിയ ചാരസംഘടന. അന്നേരം ആ ലഡാക്കിൽ എഞ്ചിനീയറെ പിടിച്ച് ജയിലിലാക്കിയത്. വായിച്ചോ പത്രത്തിനകത്ത്. മനസ്സിലാകുന്നവർക്കായി. ഇസ്രയേൽ കൊടുത്തു, ഇന്ത്യക്ക് മെസ്സേജ് കൊടുത്തു, ഈ ലഡാക്ക് കലാപം വരെ ഭരണകൂടം ലഡാക്കിലും തകരുമെന്ന്. അതുകൊണ്ടാണ് എഞ്ചിനീയറെ പിടിച്ച് പകത്തിട്ടേക്കുന്നത്, അതിനാ ബഹളം ഉണ്ടാക്കുന്നത്. ക്ലിയറായോ? പണ്ട് പാടിയതല്ല, ഭരണകൂടം തകരുന്നു. ക്ലിയറായി. സ്റ്റാർട്ടിങ് പഠിക്കട്ട്. അടുത്ത ജനം ഇളകുന്നു. മനസ്സിലാകാം. 2009 അമേരിക്കയിലൊരു വിഷയം വന്നു, തൊഴിലല്ലെങ്കിൽ ജയിൽ. അതായി CPI-ക്കാർ സംഘടന ഏറ്റത്, തൊഴിലല്ലെങ്കിൽ ജയിൽ. ഇത് ഇവിടെ വന്നേയല്ല. വി വാണ്ട് ജോബ്, അതർവൈസ് വി വിൽ ഗോ ടു ജയിൽ. അമേരിക്ക. അത് കടൽ കടന്നു. എവിടം വരെ വന്നെന്നറിയാമോ? ബ്രിട്ടനിൽ വന്നു. കുർബാനയ്ക്ക് റോഡിലിറങ്ങി. ചൈനയിലെ പിള്ളേരെ വെടിവെച്ചു കൊന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, ഗൾഫിൽ ശമ്പളം കിട്ടാൻ ഷേഖിൻ്റെ കാർ തടഞ്ഞു. കേരളത്തിൽ എവിടെയും നോക്കിയാൽ, ഇന്ത്യയിൽ എവിടെയും നോക്കിയാൽ ഇന്ന് സമരങ്ങളാ. SNDP. അത് കഴിഞ്ഞ് പാത്രയ്ക്ക് ഓർത്തഡോക്സ് പെന്തിക്കോസുകാർ എല്ലാം സമരമാണ്. അത് കഴിഞ്ഞ് ഡൽഹിയിൽ അണ്ണാ ഹസാരെ ഒരപ്പച്ചൻ വിസിലെടുത്തടിച്ചു. ആപ്പ് പാർട്ടി ഉണ്ടായി. ഇതിൻ്റെ നടുവിൽ ഒരു സമരം നടന്നു, കർഷക സമരം. കരമുയർത്തുന്നവർക്കായി. ഡൽഹിയെ ഞെട്ടിച്ചു. 1000-കണക്കിന് 10,000-കണക്കിന് ഹരിയാന, അംബാല, സിംഗു, പഞ്ചാബ് സഹിതം രാജസ്ഥാൻ മലയാളികൾ ട്രക്കറിനകത്ത് ഡൽഹി വളഞ്ഞു. മോഡി സാറിന് അനക്കമില്ല. അമിത്ഷാ കടന്ന് നെട്ടോട്ടം ഓടി. ഇന്ന് രാത്രി ഇതിൻ്റെ പിൻപിലാരെ? ഒരു രാഷ്ട്രീയമല്ല, ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുക. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. ബൈബിളിനകത്തുണ്ടോ? അതാ ഈ കൺവെൻഷൻ. വായിക്കാം മോളെ. ഹഗ്ഗായിയുടെ പ്രവചനം 2:6-7 3 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചാട്ട് മക്കൾ. ഈ വാക്ക് എല്ലാവരും എടുത്തോ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. അതെല്ലാം കണ്ട തലമുറ അവിടെ ഇരിക്കുന്ന സുനാമി കണ്ടു, ആകാശത്തിലെ ഇടിമിന്നൽ കണ്ട്, കാർമേഘം കണ്ടു, കരയെയും കടലിനെയും ഇളക്കും. അടുത്തത്, ഞാൻ സകല ജാതികളെയും ഇളക്കും. കരമുയരുന്നില്ലല്ലോ ഡൽഹിയിലെ കർഷക സമരം. സകല ജാതികളും ഇളക്കും. കോവിഡും അതിന്റെ കൂടെ. അതിന്റെ നടുവിൽ ഒരു സംഭവം നടക്കും. വായിച്ചാട്ട് മോളെ. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും മതി. ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? മഞ്ചങ്കോട്, ചെമ്പൂര്, വലിയ വഴി. യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല. യേശുക്രിസ്തു CSAയുടെ ദൈവമല്ല. യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല. യേശുക്രിസ്തു കത്തോലിക്കയുടെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് കരമുയർത്തുന്നവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. രാത്രി
വീടിനകത്തോ തെരുക്കോണിനകത്തോ റോഡിനകത്തോ ഇരിക്കുന്ന സഹോദര സഹോദരി, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാമത് ഇരവ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യേശു പരമയാഗമായി അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയൊന്ന് കഴുകണമെന്ന് ആര് തീരുമാനമെടുക്കുന്നു, താങ്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്.